പഞ്ചാഗ്നി പ്രണയം. രചന ആമി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. സത്യമായിട്ട് മനഃപൂർവ്വം ചെയ്തല്ല, ആ ഒരു നേരത്തെ അറിയാതെ ചെയ്തു പോയതാ. എല്ലാവരും ഒരുമിച്ചപ്പോൾ അവരോടൊപ്പം ഞാൻ കൂടിയെന്നേ ഉള്ളൂ. അല്ലാതെ ചെളി ഒഴിക്കണമെന്നോ ഓടി ഒളിക്കണമെന്നോ മഹാദേവനാണെങ്കിൽ ഞാൻ ആലോചിച്ചിട്ട് പോലുമില്ല എന്ന് ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞ് മിഴിപതിയെ തുറന്നു നോക്കിയതും അവന്റെ മുഖത്തെ പുഞ്ചിരി കണ്ട് ആവൂ, ഇപ്പോഴാ സമാധാനമായത്. അപ്പനെ വെറുതെ വിടുമല്ലേ, എന്നാ ഞാൻ പൊക്കോട്ടെ. അടച്ച ഇരുമിഴികളും തുറന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞു കേട്ട് ദക്ഷിന്റെ ചൊടിയിൽ വിരിഞ്ഞ പുഞ്ചിരി മാഞ്ഞുപോയി. യഥാസ്ഥാനത്ത് ഗൗരവം നിറഞ്ഞു. ആര് പറഞ്ഞു വെറുതെ വിടുന്നു? ഇല്ലേ? ഇല്ല, അങ്ങനെ വെറുതെ വിടാനല്ലല്ലോ നിങ്ങൾ പുറത്തിറങ്ങുന്ന യാതൊരു ഉറപ്പില്ലായിരുന്നിട്ട് അവിടെ കാത്തിരുന്നത്. പ്ലാൻഡ് ആയിരുന്നല്ലേ? അതെ, ഒരു സംശയം വേണ്ട. പിന്നെ ആ ഇരുട്ടത്ത് കാത്തിരുന്ന് ഇങ്ങനത്തെ നിന്നെ എനിക്ക് മുന്നിലായി കിട്ടുമ്പോ അങ്ങനെ അങ്ങ് വെറുതെ വിടാൻ മാത്രമുള്ള മഹാമനസ്കതയൊന്നും ദക്ഷ എന്ന നിന്റെ കെട്ടിയോനില്ലടി. പെട്ട് ശരിക്കും എന്ന് ആത്മയടിച്ച് നിൽക്കവേ തന്നിലേക്ക് മുഖം അടുപ്പിക്കുന്നവനെ കണ്ട് തല ഒന്നുകൂടെ ഷെൽഫിലേക്ക് പതിപ്പിച്ച് നിന്നു. മുഖവും ചെരിച്ചു പിടിച്ച് വല്ലാത്ത ഭാഗത്തോട് അടുക്കുന്നവനെ കാണെ ഉള്ളിൽ വെള്ളിയുടെ വെട്ടിയ സ്ത്രീ പെട്ടെന്ന് അവനെ തള്ളിയേറ്റി. പെട്ടെന്നുള്ള അവളുടെ നീക്കത്തിൽ പുറകിലേക്ക് വേച്ചു പോയാൻ തിരികെ അവൾക്ക് നേരെ വന്നു. എന്താ ശ്രീ എന്ന് ശബ്ദം ഉയർത്തിയതും എന്നെ തൊട്ട മഹാദേവനാണ് സത്യം, ഞാൻ അലറും എന്ന് കേൾക്കി അവന്റെ മുഖത്തെ കുസൃതി ചിരി വിടർന്നു. ശരിക്കും ആ അലറും എന്നവൾ കട്ടായം പോലെ പറഞ്ഞതേ അവന്റെ കൈ അവളുടെ ഇടുപ്പിലായി ചേർത്ത് അമർത്തിയതും പെട്ടെന്നുള്ള അവന്റെ നീക്കത്തിൽ ആ എന്ന പതിഞ്ഞ ശബ്ദത്തോടൊപ്പം ശ്രീ പിടഞ്ഞുപോയി. ദേ, നീ ഇതാണ് വേണ്ടത്. നിന്റെ അലർച്ചയേക്കാൾ എനിക്ക് ഈ രീതിയിലുള്ള ശബ്ദമാണ് വേണ്ടത്. അതാ എനിക്ക് കൂടുതൽ ഇഷ്ടവും എന്ന് വല്ലാത്ത ഭാഗത്തിൽ പറയുന്നതിനവൾ കയ്യാൽ വാമൂടി ഉമിനീരിറക്കി നോക്കി. അതെങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാൻ തോന്നുന്നത് തെറ്റാണോ ശ്രീ എന്ന് സൈറ്റ് അടിച്ച് ചോദിക്കുന്നവനെ പകപ്പോടെ നോക്കിയവൾ. തെറ്റാണോ എന്ന് പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചുകൊണ്ട് തന്നെ ഇടുപ്പിലായി വെച്ച കൈ അവളുടെ കൈവിരലുകളിൽ പിടുത്തമിട്ടു. പറയൂ ശ്രീ, തെറ്റാണോ? തെറ്റാ തെറ്റാ എന്ന് പെട്ടെന്ന് പറഞ്ഞ അവൾ അടിമുടി നോക്കിയവൻ പതിയെ വിരലുകൾ അവളുടെ കൈയിലൂടെ മുകളിലേക്ക് തെന്നി നീക്കി. പക്ഷേ ആ തെറ്റ് എനിക്ക് ഇഷ്ടമാണെങ്കിലോ എന്ന് പറഞ്ഞവന്റെ വിരലുകൾ ഷോളിൽ നിന്ന് കഴുത്തിലേക്ക് ഇഴഞ്ഞു നീങ്ങിയതും അവന്റെ സ്പർശനത്തിൽ പിടഞ്ഞുപോയ സ്ത്രീയുടെ മിഴികൾ കൂമ്പി അടഞ്ഞു. അവന്റെ നിശ്വാസം അടുത്തടുത്ത് വരുന്ന തിരിച്ചറിഞ്ഞ് മിഴികൾ ഇറുക്കി അടച്ചവളുടെ കാതിനരികിലായി പതിഞ്ഞ സ്വരത്തിൽ, ഇപ്പോഴുള്ള നിന്റെ ഈ അവസ്ഥയുണ്ടല്ലോ ശ്രീ, ഇതുപോലെയാ മണിക്കൂറുകൾക്ക് മുമ്പ് നിന്റെ പ്രവൃത്തിയെ ഞാൻ സ്വയം നിയന്ത്രിക്കാൻ പാടുപെട്ട് നിന്നത് എന്ന് കേൾക്കവേ മിഴികൾ വലിച്ചുറന്നവൾ പകപ്പോടെ അവനെ നോക്കി. അവളുടെ മിഴിച്ചുള്ള നോട്ടത്തിൽ അവളിൽ നിന്നും ചിരിയോടെ വിട്ടുനിന്നവൻ. അപ്പൊ എന്നിലുള്ള അതേ ഫീലിങ്സ് നിന്നിലും എന്റെ സാമീപ്യം ഉണ്ടാക്കുന്നുണ്ട് അല്ലേ എന്ന് കള്ളച്ചിരിയോടെയുള്ള അവന്റെ വാക്കുകൾ കേൾക്കെ ആകെ ചമ്മിയ കണക്കെ അവൾ നിന്നുപോയി. പക്ഷെ എനിക്കതിങ്ങനെ കെട്ടിപ്പൂട്ടി വെക്കാൻ മാത്രം കഴിയില്ല. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും എനിക്ക് ആ നിമിഷം തോന്നിയ കാര്യം എപ്പോഴങ്ങ് ചൂടോടെ തന്നേക്കണം. എ ഹോട്ട് വൺ എന്ന് പറഞ്ഞ പാടെ അതെന്ത് കോക്കനട്ടാണെന്ന് ചിന്തിക്കാനുള്ള ഗ്യാപ്പ് പോലും കൊടുക്കാതെ അവളുടെ കഴുത്തിലൂടെ കൈ ചേർത്ത് അവളുടെ അതരത്തിലേക്ക് അവൻ തന്റെ അധരം ചേർത്തിരുന്നു. ചുമനത്തിൽ പിടഞ്ഞു പോയവളെ തന്നിലേക്കായി ചേർത്ത് പിടിച്ച് അതരത്തെ നുണഞ്ഞെടുത്തു. മതിവരാതെ അവളിൽ ഓമി നീർ പോലും ഊറ്റിയെടുക്കുന്ന തരത്തിലുള്ള ചുംബനം. അതിൽ നിന്ന് അകലാനായി ചെറുതായി അവന്റെ നെഞ്ചിൽ പിടിച്ച് തള്ളി മാറ്റാൻ നോക്കിയെങ്കിലും അവന്റെ പ്രവൃത്തിയിൽ അതുപോലും അലിഞ്ഞുപോയി. ഒട്ടൊരു നേരത്തിന് ശേഷം അകന്നു മാറിയവൻ തനിക്ക് മുന്നിലായി മുഖം കുനിച്ച് നിൽക്കുന്നവളിലേക്കായി ചേർന്നു. ഈ മധുരം അതൊരു വല്ലാത്ത ലഹരിയാ പെണ്ണേ, സോ ടേസ്റ്റി. നേരത്തെ പോലെ ഇനി ചെയ്യുമ്പോ മോൾ ഇതൊന്നും ആലോചിക്കുക. കൺട്രോൾ കിട്ടുപോയ പിന്നെ പിടിച്ചായിട്ടില്ല. അതാ ദേ, ഇനിയും മോൻ കുനിച്ച് നിൽക്കണ്ട. പിടിച്ചു വെച്ചാൽ ശ്വാസം ഒന്ന് വിട്ടേക്ക് വേണ്ടേ. ഞാൻ പോവാ. മോള് കെട്ടും കെട്ടി നമ്മുടെ റൂമിലേക്ക് പുറകെ തന്നെ വന്നേക്ക്. ഇല്ല എന്നൊരു വിധത്തിൽ തലവനിച്ച് പറയുന്നവൾക്ക് അരിയിലേക്കായി നിന്നവൻ. നീ വെറും മിസ്സസ് അദിക് ദക്ഷ്. ഇല്ല എന്നാണെങ്കിൽ ഇപ്പൊ നിർത്തിയിടുന്ന് എനിക്ക് വീണ്ടും തുടങ്ങേണ്ടി വരും. അതെനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണെങ്കിലും എന്റെ പെണ്ണിനത് താങ്ങില്ല. എന്താ, വേണോ? വേണ്ട. അപ്പോഴെങ്ങനെയാ, വരുമല്ലേ? എന്നാലൊക്കെ വന്നേക്ക്, ഞാൻ കാത്തിരിക്കും എന്ന് പറഞ്ഞ് വീണ്ടും അവളുടെ മുഖമുയർത്തി ചുണ്ടിൽ അമർത്തി മുത്തി പിന്തിരിഞ്ഞ് പോകുന്നവനെ കാണേ. മഹാദേവ, ഇങ്ങനെ അറ്റാക്ക് വരുന്നതിനും നല്ലത് ഇങ്ങനെ കെട്ടിയോൾ ആരാണെന്ന് അറിയിക്കാതിരിക്കുന്നതായിരുന്നു എന്ന ആത്മയോടെ സ്ത്രീ കിളി പറത്തി നിന്നു. മുകളിലെ തന്റെ റൂമിലേക്ക് കയറി കിച്ചു എടുത്തുയർത്തി അവളെ താഴെ നിർത്തി. അത് കാത്ത പോലെ അവൾ അവിടുന്ന് മുന്നോട്ട് ഓടി. നില്ലടിയോടെ എന്ന ഗർജനത്തിൽ ചെറുതായി ഒന്ന് ഭയന്നു പോയി സ്പോട്ടിൽ അവന് മുമ്പിൽ എത്തിയിരുന്നു. നിൽക്കുവല്ലേ എന്ന് പല്ലിയടിച്ചു. ഇനി ഇവിടെ നിന്ന് അനങ്ങിയാറുണ്ടല്ലോ. ഹലോ മിസ്റ്റർ കെട്ടിയാൻ, നിങ്ങൾക്കറിയാത്തൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. IPC എത്രയോ പ്രകാരം ഒരാൾക്ക് എവിടെയും നിൽക്കാനും ഇരിക്കാനുള്ള അധികാരമുണ്ട്. ബിസിനസ് മാത്രം അണിഞ്ഞാൽ പോരാ, അതേപോലെ ലോകവിവരം കൂടെ അറിയണം എന്ന് പറഞ്ഞ് വലിയ കമ്മിയിൽ നിൽക്കുന്നവളെ പല്ലിയടിച്ച് നോക്കിയത് അവന്റെ ഫോണിലേക്ക് കോൾ വന്നത് ഒരുമിച്ചായിരുന്നു. എനിക്ക് ബിസിനസ് ആണോ മറ്റു പലതും ആണോ അറിയുന്നെന്ന്
ഞാൻ വന്നതിന് ശേഷം പറഞ്ഞുതരാം എന്ന് പറഞ്ഞ് കഥ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. അതുപോലെ ഡോറ് വെളിയിലേക്ക് അടച്ചു. രാവണൻ ഡോറ് ലോക്ക് ചെയ്യിക്കുന്നു. വരുന്നതിന് ശേഷം പറഞ്ഞുതരാന്ന് എനിക്ക് കേൾക്കണ്ടെങ്കിലോ എന്ന് സ്വയം പറഞ്ഞ് പുച്ഛിച്ചു വിട്ടു. ഏതായാലും ഈ രാവണക്കോട്ടയിൽ വന്ന് പെട്ടതല്ലേ, ഒന്നാകെ സെർച്ച് കളയാം എന്ന് പറഞ്ഞവൾ റൂമിനെ ഒന്നാകെ സ്കാനിങ് കൊണ്ടിരുന്നു, ബെഡിലേക്ക് നോയിക്കൊണ്ട്. ഇങ്ങനെ എന്തുപോലെ ഫുട്ബോൾ മാച്ചിന് പോകുന്നുണ്ടോ? ഒരു വേൾഡ് കപ്പ് കളിക്കാനുള്ള സ്പേസ് ഉണ്ടല്ലോ ഈ ബെഡിൽ. ബെഡിൽ കിടന്ന് ഉരുണ്ട് വീഴാതിരിക്കാനാവും. ബിസിനസ്സുകാരനായിട്ട് അങ്ങേർക്ക് നേരെ ചൊവ്വ കിടക്കാൻ അറിയില്ലായിരിക്കും. അതിനൊക്കെ ഞാൻ തണലിൽ എനിക്ക് മാത്രം കിടക്കാനുള്ള സ്പേസ് ഉള്ള കട്ടിൽ ഇഷ്യൂവും കയറിക്കൂടി സയാമീസ് ഇരട്ടകളെ പോലെ കിടന്നിരുന്നു. അതെല്ലാം ഒരു നിമിഷം ഞാൻ ഓർക്കുന്നു. ഫീലിംഗ് നൊക്ലാച്ചിയ എന്ന് സ്വയം തള്ളിമറിച്ച് അവൾ എത്തിപ്പെട്ടത് അടുത്തുള്ള ടേബിളിലായിരുന്നു. അതിനു മുകളിൽ വെച്ച പേപ്പേഴ്സിന്റെ മുകളിലെ പേപ്പർ വെയിറ്റ് കയ്യിലെടുത്ത്. ഈ സാധനം കൊള്ളാലോ എന്ന് പറഞ്ഞ് കയ്യിലായി പിടിച്ചവൾ തെല്ലു ഉയരത്തിലേക്കിട്ട് വീണ്ടും കയ്യിലായി ഒതുക്കി. ഇത് വെച്ച് ആ രാവന്റെ തറക്കിട്ട് ഏറെടുത്താലോ? ഓ ഗോഡ്, എന്നിലെ സൈക്കോണൊന്നു വേണ്ട, അതെനിക്ക് തന്നെ പണിയാവും. രാവണക്കോട്ടിൽ കയറി കൂടി രാവണന്റെ തറക്കിട്ടെറിഞ്ഞ അലർച്ചയിൽ ബോധം പോയൊരു പാവം പെൺകുടി ഹോസ്പിറ്റലിൽ എന്ന വാർത്ത ഞാൻ തന്നെ കേൾക്കേണ്ടി വരും. അൺസൈക്കബിൾ ആൻഡ് ഹോറിബിൾ ഓൾസോ എന്ന് പറഞ്ഞ് തറയൊന്ന് കുടഞ്ഞ് പേപ്പർ വെയിറ്റ് തിരികെ യഥാസ്ഥാനത്ത് വെച്ചവൾ അവിടുന്ന് പിന്നീട് എത്തിപ്പെട്ടത് വാഷ്റൂമിന് മുന്നിലായിരുന്നു. കഥക് തുറന്നവൾ അകത്തേക്ക് കയറി. ഇതെന്താ പഠിച്ചോനെ, മറ്റൊരു ബെഡ്റൂമോ? അവിടുത്തെ കാഴ്ച കണ്ട ഒരു നിമിഷം കുട്ടി വിജൃംഭിച്ച് നിന്നു. മുഴുവനായി ഗ്ലാസിനാൽ നിർമ്മിച്ച വാഷ്റൂമായിരുന്നു. എല്ലാം ചില്ലുമയാണല്ലോ. എന്നാൽ ഇങ്ങനെയൊക്കെ എന്താ ഇതിന്റെ ഡോറ് കൂടെ ചില്ല് വെച്ചൂടായിരുന്നു? അയ്യേ, ഡോറ് ഗ്ലാസ് ആക്കി ഉള്ളിലോട്ട് കാണില്ലേ? വേണ്ട, ഇതാ നല്ലത്. ഐ ആം പ്രൗഡ് ഓഫ് മീ. ഉടനടി തീരുമാനം മാറ്റി. അതിസാഹസികമായി എന്റെ ചരിത്രം വരച്ചാതെ കാത്തില്ലേ? അല്ലെങ്കിൽ ആ ഡോറ് ചില്ലുകൊണ്ടായിരുന്നെങ്കിലോ എന്ന് പറഞ്ഞ് നിലാവത്ത് അഴിച്ചുവിട്ട കോഴിയെ കണക്കവൾ മുന്നോട്ട് നടന്ന് ഗ്ലാസിനാൽ വേർതിരിച്ച ചെറിയ സ്പേസിലേക്ക് കയറി. ഷവർ എവിടുന്ന് കുളിക്കാനാ? ഇതെന്താ ബോഡി വാഷ് ലോഷൻസിന്റെ ഷോപ്പ് ഒന്നാകെ കൊണ്ടുവച്ചതോ എന്ന് പറഞ്ഞ് ചുമരോട് ചേർത്തുള്ള ഗ്ലാസ് ബോർഡിലായി വെച്ചിട്ടുള്ള പലതരത്തിലുള്ള ഷാമ്പൂ ബോട്ടിലെടുത്ത് മണം പിടിച്ചു. കൊള്ളാം. ഇതൊക്കെ തേക്കുന്നുണ്ടോ രാവണന് ഒടുക്കത്തെ സ്മെല്ല്. എന്തുകൊണ്ട് എനിക്ക് സ്മെല്ലിക്കൂടാ എന്ന് പറഞ്ഞ് അവളൊരു ബോട്ടിൽ തുറന്ന് അതിൽ നിന്ന് കുറച്ചെടുത്ത് കയ്യിലാക്കി വെള്ളം കൂട്ടി പതപ്പിച്ചു. അതോടെ സ്മെല്ലുണ്ടാക്കിയെടുക്കാൻ ഒരുങ്ങിയവളുടെ മൈൻഡ് മാറി. കൈകൾ കൂട്ടിപ്പിടിച്ച് ബബിൾസ് ഉണ്ടാക്കി ഊതിക്കൊണ്ട് സ്വയം വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി. എന്തായാലും ആ ഷാമ്പൂ പൊളിയാ, എന്തോരം ബബിൾസാ. തണയിലുള്ള നമ്പർ 1 സോപ്പിന് ഇത്രയും പതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഊതിപ്പറത്തി അവൾ ബാത്ത് ടബിന് മുമ്പിലായി വന്നു നിന്നു. പടച്ചോനെ, ഇത് കിടന്നു വിളിക്കുന്ന സാധനമല്ലേ? വെള്ളമൊക്കെ നിറച്ചിട്ടുണ്ടല്ലോ. ആ രാവണന്റെ ഓഫീസിൽ പോയിട്ട് വേണം എനിക്ക് ടാബില് പേപ്പർ വെച്ച് തോണി ഉണ്ടാക്കിയത്. ഓ ഗോഡ്, വീണ്ടും നൊക്ലാച്ചിയെ കടന്നു വരുന്നു. ഇതെന്താ ബോളോ എന്ന് പറഞ്ഞ അടുത്ത സെർച്ചിന്റെ ഫലമായി ബാത്ത് ടബിന് അറിയാനുള്ള ബോക്സിൽ 2-3 ക്രിക്കറ്റ് ബോൾ പോലുള്ള വസ്തു കയ്യിലായി എടുത്തു. അങ്ങനെ പണം എങ്ങേന്റെ പോയിട്ട് ഫുട്ബോൾ ഗ്രൗണ്ട്, വാഷ്റൂമിൽ ക്രിക്കറ്റ് ബോളും. കൊള്ളാരോ ഇത്. ഇത് കിടന്നോണ്ട് ഇങ്ങനെ ഇട്ടോണ്ട് കളിക്കാനാവും. അല്ലെങ്കിൽ ആർക്കാ ചുമ്മാ അതിലിങ്ങനെ വെറുതെ കിടക്കാൻ കഴിയാ? ബോറടിക്കില്ലേ എന്ന് പറഞ്ഞ് കൈയിട്ട് അമ്മാനമണിയതും അത് വഴുതി വെള്ളത്തിലേക്ക് വീണു. വീണപാട് അതിൽ നിന്നും ബബിൾസ് ഉയർന്നു വന്നു. ഞെട്ടിലൂടെ പുറകിലേക്ക് മാറിയവൾ. പടച്ചോനി, രാവണന് അനുഭവം കൊണ്ട് വെച്ചേക്കുവാണോ കാബാലികൻ എന്ന് പറഞ്ഞ് തിരിഞ്ഞോടാൻ നിന്നവൾ നേരത്തെ ഊതിക്കൊണ്ടുവന്നപ്പോൾ വീണ ബബിൾസിന്റെ പതിൽ ചവിട്ടി തെന്നി ടാബിലേക്ക് വീണു. എന്നുള്ള രോദനം കേട്ട് ഫോൺ വിളി കഴിഞ്ഞ് അകത്തേക്ക് വന്ന കിച്ചു ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടി. വാഷ്റൂം ഡോർ തുറന്ന് അകത്ത് കയറി നോക്കിയപ്പോൾ തലയിലൊക്കെ സോപ്പോദയമായി പല്ല് വെളിയിൽ കാണത്തക്ക രീതിയിൽ ഇളിച്ചുകൊണ്ട് ടാബിന് ഇരുവശവും കയ്യാൽ താങ്ങി പിടിച്ച് തലമുക്കി നോക്കി കിടക്കുന്ന ഒരുത്തി. അത് കാണാൻ തലയിൽ കൈവച്ച് പോയ കിച്ചു കരിപ്പിൽ. നീ എന്താടിയുടെ? ഞാനൊന്നും ചെയ്തില്ല, ഇവിടെ വെച്ച അണുബോംബ് പൊട്ടിയതാ. ടിഷ്യൂ വാട്ട്? വട്ടിരിക്കല്ലോ നിങ്ങക്ക. അല്ലെങ്കിൽ ആരെങ്കിലും ഇവിടെ ബോംബ് ഉണ്ടാക്കുവോ? അത് വെള്ളത്തിൽ വീണുകൊണ്ട് എനിക്കൊന്നും പറ്റിയില്ല. ചീറ്റി പോയത് കൊണ്ട് പതയാ വന്ന്. അതുകാരം നിലത്ത് വീണ് പൊട്ടിയിരുന്നെങ്കിലോ എന്ന് പറഞ്ഞവളെ കാണാൻ കിച്ചു കണ്ണു മിഴിച്ച് നോക്കിയെന്ന് പോയി. നോക്കണ്ട, മര്യാദക്കോ അതിലുള്ള ബാക്കി ബോംബ് കൂടെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞോണം. നമുക്ക് വയ്യ, ജീവിതം തുടങ്ങുമ്പോ ബോംബ് പൊട്ടി ചാവാൻ. ഹല്ലേലൂയാ. ഈ വെള്ളക്കൊണ്ട് നീ കോപ്പേ എന്ന് പറഞ്ഞ് തുടങ്ങാൻ തടഞ്ഞുകൊണ്ട്. കോപ്പയൊന്നും ഇല്ലായിരുന്നു. അല്ലേ, അതിന് ഞാൻ കുളിക്കാൻ വന്നതല്ല കോപ്പ എടുക്കാൻ. ബോംബ് പൊട്ടിയപ്പോ അറിയാണ്ട് വീണതാ. വായിൽ പത പോയി എന്ന് പറഞ്ഞ് ചുണ്ടുടച്ചോ കിച്ചു പല്ലടിച്ചുകൊണ്ട്. അത് ബോംബൊന്നല്ലടി, സോപ്പാ ബാത്ത് ടബിൽ യൂസ് ചെയ്യുന്നത്. അവൻ പല്ലടിച്ചു. പല്ല് അല്ല പുല്ല് സോപ്പായിരുന്നാ എന്ന് ആത്മഹത്യ ചമ്മിയതിന്റെ യാതൊരു ഭാവമില്ലാതെ. അതാണ് ഇവിടുത്തെ കാര്യം. ആ പല്ല് പൊട്ടിക്കാതെ ഇതിന്നൊന്ന് എണീപ്പിക്കോ? ഒരു കിടങ്ങ് പോലെയുള്ള സാധനം കൊണ്ടുവച്ച് ഞാനിപ്പോ മുങ്ങി പോകൂലോ ഈശ്വര. സൗകര്യം എണീപ്പിക്കാൻ വേണേ വീണവരെ എണീറ്റ് പോന്നോ. ഏതായാലും നിന്റെ പ്രവൃത്തിക്ക് ഒരു പണിയിറ കരുതിയതാ. അത് നേരത്തെ കിട്ടി ബോധിച്ചെന്ന് കരുതിക്കോ. ഓ, വലിയ കാര്യമായി പോയി. കുട്ടി ട്രൗസറും കുപ്പായിട്ടോണ്ട് നിൽക്കുക. എനിക്ക് സ്വന്തമായിട്ട് എണീക്കാൻ അറിയാം. ഒന്ന് പോയേ. പെൺകുട്ടികൾ കുളിക്കുന്നിടത്ത് ഇയാൾക്ക് എന്താ കാര്യം? ഡീഡി, ഇത് എന്റെ വാഷ്റൂമാ.
ആണേ തലയിൽ ഏറ്റിക്കൊണ്ട് നടാ. അല്ലേ കണ്ണീച്ചോരുണ്ടെങ്ങക്ക് ഒരു പാവം കുട്ടി വെള്ളത്തിൽ കിടന്ന് പൊതിരുന്ന് നോക്കി നിൽക്കാൻ. ഇതിൽ പതിയായിട്ട് വഴുതി മൂക്കും കുത്തി വീണ് മൂക്കിൽ വെള്ളം കയറി ചുമച്ച്. മതി, എന്റെ കഴിഞ്ഞില്ല. കേൾക്കണമെന്നില്ല. ഇല്ലല്ലേ ഇറങ്ങിപ്പോണം മിസ്റ്റർ പെരേര. വീണ്ടും പുച്ഛങ്ങാടെ വിറഞ്ഞേറിയവൻ അക്കു എന്ന് ശബ്ദമുയർത്തി വിരൽ ചൂണ്ടി മുന്നോട്ട് വന്ന് നിലത്തുള്ള സോപ്പ് അതിൽ വഴുതി ഒറ്റ പോക്കായിരുന്നു നേരെ ടാബിലോട്ട്. എന്ന അക്കുവിന്റെ നിലവിളി മാത്രം ഉയർന്നു കേട്ടു. ഒരു വിധത്തിൽ കിച്ചു പണിപ്പെട്ട് എണീറ്റതും തലയിലൂടെ വെള്ളമായതിന്റെ എഫക്റ്റിൽ മിഴികൾ അടച്ചു തുറന്നു അക്കു. എന്നെ കൊന്നോടാ എന്ന് ചുണ്ടി കുളുക്കി. നിന്റെ നാവിന്റെ നീളം കൊണ്ട് തന്നെയാ എന്ന് വീണതിന്റെ ചെളിപ്പിൽ അരസമായി പറഞ്ഞു. പറയുന്നത് കേട്ടാ തോന്നും എന്റെ നാവ് തട്ടി വീണതാണെന്ന്. ഉറഞ്ഞു പുള്ളി ആനയല്ല, അലന് വീണെന്ന് മനസ്സിലായില്ലേ? എന്നാലും നിങ്ങൾ വീണോണ്ട് വെള്ളം പകുതി പുറത്തോട്ട് പോയി. ന്യൂട്ടൺ കണ്ടുപിടിച്ച കണക്ക് നിങ്ങൾ യുറേക്കാന്ന് വിളിച്ച് ഓടാത്ത എന്താ? ന്യൂട്ടൺ അല്ലടി, ആൽക്കെമിസ്റ്റ്. ഇതിനേക്കാൾ പേരും മാറ്റിയോ? ഉറക്കെയുള്ള അവിടെ ആത്മീയായിട്ട് ഇവള് എവിടുന്ന് വരുന്നടാ എന്ന രീതിയിലുള്ള നോട്ടത്തിന് തിരികെ പുച്ചാവിന് നേരെ പറത്തി വിട്ടു. അക്കു നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവ ഗോഷ്ടി കൊണ്ട് വന്നേക്കരുതെന്ന്. എന്ന് കേട്ടപ്പോഴേ അവൾക്ക് അവന്റെ ഡയലോഗ് ഓർമ്മ വന്ന്. ഇനിയും നീ മുഖം കൂട്ടി ഉറപ്പാണേ ഞാൻ കടിച്ചെടുക്കുന്നതിന്റെ ചുണ്ട്. അതോടെ അവൾ വാമൂടിക്കെട്ടി നിഷ്കളങ്കമായി ഇരുന്നു. ഇനി അതിൽ അടയിരിക്കാതെ സോപ്പ് കളഞ്ഞിട്ട് റൂമിലോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞ് ടാബിലെ വെള്ളം ഒഴുക്കി കളഞ്ഞ് അവിടെയുള്ള ഹാൻഡ് ഷവർ എടുത്ത് ഓൺ ചെയ്ത് അവൾക്കായി നീട്ടി. അതിൽ നിന്ന് വന്ന വെള്ളം അവളുടെ മുഖത്തായി വീണു. നിങ്ങൾ എന്നെ ഇനി വെള്ളത്തിൽ മുക്കി കൊല്ലും, താ ഇങ്ങോട്ട് എന്ന് പറഞ്ഞവൾ അവന്റെ കയ്യിൽ നിന്ന് ഷവർ പിടിച്ചു വാങ്ങി. ആകെ പതകൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. വാ സ്ട്രോബെറി ഫ്ലേവർ എന്ന് പറഞ്ഞ് മുഖം ഷവറിനാൽ കഴുകി. ഫിനിഷ് എന്ന് പറയുന്ന ഇയാൾക്ക് ടാബിളിൽ നിന്ന് എണീക്കാൻ കിച്ചു അവിടേക്ക് തന്നെ തിരികെ ഇരുന്നു. നിന്റെ തലയിലെ ബാക്കിയുള്ള ഈ ലോഡ് പതയും കൂടെ കളഞ്ഞിട്ട് നീ അകത്തേക്ക് വന്നാൽ മതി. ഇനി നീ ഇതുമായിട്ട് അകത്തേക്ക് അങ്ങനെ വന്ന് പതയും വെള്ളം കൊണ്ട് വൃത്തിയേടാക്കിയാ കളയുക. പല്ലിയടിച്ച് പറഞ്ഞ ഉടനെ തന്നെ തോളിലൂടെ വീണ നനഞ്ഞു പോകുന്ന സ്കാഫ് എടുത്ത് അത് അവനാണെന്ന കണക്കിനുള്ളിൽ പല്ലിയടിച്ച സ്കാഫ് മുറുകെ പിഴിഞ്ഞു. നിന്നെ ഇതുപോലെ ഞാൻ പിഴിയൂടാ വീട്ടിക്കെട്ടക്കൊണ്ടായവനെ. ആത്മതിച്ചുകൊണ്ട് പിന്നെയും സ്കാഫ് പിഴിഞ്ഞ് അത് ടാബിന്റെ ഓരത്തേക്ക് വെച്ചു. അവനെ തന്നെ ചെറഞ്ഞു നോക്കിയ മുടി മുകളിലേക്ക് ഒന്നാ കെട്ടിവെച്ചു. ഉള്ളാരെ പുച്ഛം അവൻ നേരെ വാരിയെറിഞ്ഞ് തലയിലേക്ക് ഷവർ പിടിച്ചു. അത് കാണെ പല്ലുകടിച്ചവൻ അവൾക്ക് നേരെ വന്ന് ഷവർ പിടിച്ചു വാങ്ങി. പെട്ടെന്ന് ചെയ്തു വേണ്ട കാര്യത്തിനാ അവൾ ഇവിടെ ഇരുന്ന് വല്ല പനിയും വരുത്തി വെക്കും. അടങ്ങിയിരുന്നോണോ ഇവിടെ എന്നുള്ള അവന്റെ ഗർജനത്തിൽ അവൾ അവനെ മെഴിച്ചു നോക്കി. അത് പിന്നെ എന്ന് പറയാൻ തുടങ്ങിയവളെ യാതൊരു വിധത്തിലും ഗൗനിക്കാതെ കെട്ടിവെച്ച മുടിയൊന്നാ കഴിച്ചെടുത്ത് ഷവർ തലയിലേക്ക് പിടിച്ച് മുടിയിൽ പറ്റിപ്പിടിച്ച സോപ്പ് അവൻ തന്നെ കഴുകിക്കളഞ്ഞു. മുടി കയ്യിലായി ഒതുക്കി അല്പാൽപമായി വേർതിരിച്ച് ഓരോ ഭാഗങ്ങളായി പതകളയുന്നവനെ അവൾ വായും തുറന്ന് നോക്കി നിന്നു. വായും തുറന്ന് മിഴിച്ചിരിക്കുന്നവളെ കണ്ട് വാടച്ചു നോക്കിടി, ഇനി തലയിലെ പദം മുഴുവൻ വായിലും കൂടെ ശേഖരിക്കണോ എന്ന അടുത്ത ഗർജനത്തോടെ അവൾ വായിക്ക് കർട്ടനിട്ടു. കാട്ടാളൻ എന്നുള്ളിൽ വിളിച്ചവളുടെ തലയിൽ നിന്നും അവന്റെ കൈകൾ കാതുവഴി പതിയെ കഴുത്തിലോട്ട് ഇറങ്ങി. അതുവരെ അവന്റെ ഗർജനത്തിനുള്ളിൽ പ്രായിക്കൊണ്ടിരുന്ന അക്കു അവന്റെ വിരലിന്റെ സ്പർശനത്തിൽ ഞെട്ടലോടെ മുഖമുയർത്തി. എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ അവനവന്റെ ജോലിയിൽ വ്യാപ്തമായ കണക്ക് ഷവറും പിടിച്ച് അവന്റെ ജോലി തുടർന്നു. എന്നാൽ അവന്റെ സാമീപ്യവും കാതിനരികിലും കഴുത്തിലുമുള്ള കൈവിരൽ സ്പർശനവും അവളിലെ ഹൃദയമിടിപ്പ് ഉയർത്തി. ഇനിയും ഈ അവസ്ഥയിൽ നിന്നാൽ ഹൃദയം പൊട്ടിപ്പോകുമെന്ന് പേടിച്ച് ഉമിനീരിറക്കി അവൾ ഉടനെ അവന്റെ കയ്യിലായി പിടുത്തമിട്ടു. കിച്ച മതി എന്ന് പറഞ്ഞപ്പോഴാണ് അവന്റെ മിഴികൾ അവളിലേക്ക് പതിഞ്ഞത്. അവളോട് ചേർന്നുകൊണ്ടാണ് തന്നെ നിൽപ്പെന്ന് അപ്പോഴാണ് അവന് ബോധം വന്നത്. തന്റെ കൈകളുടെ സ്ഥാനം അവളുടെ കഴുത്തിന് താഴോട്ട് ഇറങ്ങുന്ന ഭാഗത്തായി കാണെ ഞെട്ടിലോടെ അവളെ മിഴികൾ ഉയർത്തി നോക്കി. വിറക്കുന്ന അതിരത്താലും നനഞ്ഞു കുതിർന്ന ഉടയാടകളാലും ടാബിലായി പതിഞ്ഞിരുന്ന് വിറക്കുന്നവളെ കാണെ പിടച്ചിലോടെ അവളിൽ നിന്നും മിഴികൾ വലിച്ചെടുത്ത് തിരിഞ്ഞിരുന്നു. പക്ഷെ അനുസരണയില്ലാത്ത അവന്റെ മനസ്സും മിഴികളും അവളിലേക്കായി തിരിഞ്ഞു. നനഞ്ഞു കുതിർന്ന രൂപത്തിലിരിക്കുന്നവളിൽ ഉടനീളം കടന്നുപോയി. എന്തുകൊണ്ടോ അവളിൽ നിന്നും മിഴികൾ ചലിപ്പിക്കാൻ കഴിയാതെ ഏറെ നേരം അവൻ നോക്കി നിന്നു. എന്നാൽ മിഴികൾ ഉയർത്തി നോക്കിയവൾ തന്നിലേക്ക് നീളുന്ന അവന്റെ കരിനീളം മിഴികളുടെ മാന്ത്രികതയിൽ പിടഞ്ഞുപോയി. ടാബിൽ നിന്ന് അവന്റെ മിഴികളിൽ നിന്നുള്ള രക്ഷക്കായി കൊട്ടിപ്പിടഞ്ഞവൾ എണീക്കവേ ഞൊടിയിടയിൽ അവൻ അവളുടെ ഇടുപ്പിലൂടെ പിടിച്ച് തന്നിലേക്കായി ചേർത്തു. വിറച്ചു പോയവൾ എന്താ ചെയ്യുന്നേ വീട്ട് എന്ന് പറഞ്ഞ് പിടയുന്നവളിൽ നിന്നും വമിക്കുന്ന ഷാംപൂവിന്റെ ഗന്ധവും അവളിലെ ഗന്ധവും അവന്റെ സിരകളെ ചൂടുപിടിപ്പിച്ചു. വെള്ളത്തുള്ളികൾ നിറഞ്ഞ പീലികളും വിറക്കുന്ന ആധരവും അവനിൽ കൊളുത്തി വലിച്ച അടുത്ത നിമിഷം അവളുമായി അവൻ ടാബിലേക്ക് ചാഞ്ഞു. അവനെ വിളിക്കുന്ന അവളുടെ ശബ്ദം പോലും പാതി മുറിഞ്ഞു പോയിരുന്നു. അവന്റെ ആധരം അവളുടെ ആധരത്തിലേക്ക് ചേർന്ന നിമിഷം അവയെ ഒന്നാകെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവൻ ആധരത്തിലേക്കായി ആഴ്ന്നിറങ്ങി. പിടഞ്ഞുപോയവളുടെ കൈവിരലുകൾ അവൻ അരിലായി പിടിച്ചരക്കി. അവളുടെ കൈവിരലുകളുടെ മുറുക്കത്തിൽ അവനിലൂടെ പാഞ്ഞുപോയ മിന്നൽ പിണർപ്പിന്റെ ഫലമായി അവന്റെ ആദരം അവളുടെ കഴുത്തിലേക്കായി ഇറങ്ങി. അവിടെ ആഴത്തിൽ കടിച്ചതോടൊപ്പം അവന്റെ കൈവിരലുകൾ നിമിഷ നേരം കൊണ്ട് അവളുടെ മാറിടത്തിലായി മുറുകി.
അവനിൽ നിന്നും അങ്ങനെ ഒരു പ്രവൃത്തി പ്രതീക്ഷിക്കാതിരുന്ന അക്കുവിന്റെ ഉള്ളിലൂടെ ഒരാളിൽ കടന്നുപോയി. അതിന്റെ ഫലമായി അവളിൽ നിന്ന് ഉതിർന്നു വീണ ശീൽക്കാര ശബ്ദമാണ് അവനെ ബോധത്തിലേക്ക് കൊണ്ടുവന്നത്. ആ നിമിഷം തന്നെ അവളിലായി മുറുകിയ തന്റെ കൈവിരലുകൾ ഞെട്ടലോടെ അവൻ പിൻവലിച്ച് അവളിൽ നിന്ന് പിടഞ്ഞു മാറിയ നിമിഷം തന്നെ അവൾ വേഗത്തിൽ എണീറ്റിരുന്ന് കിതച്ചു. അല്പസമയത്തേക്ക് അവർക്കിടയിൽ മൗനം തളം കെട്ടി നിന്നു. ആ നിമിഷം അവളുടെ മൃദുലതയിൽ സ്പർശിച്ച് അവന്റെ കൈപ്പത്തിയിലേക്ക് നോട്ടമെറിഞ്ഞു. ഛേ, ഒരു ഉമ്മ കൊടുക്കണമെന്ന് മാത്രമേ കരുതിയുള്ളൂ, പിടിവിട്ടുപോയി. പക്ഷെ എന്തൊരു സോഫ്റ്റാ. എന്തൊക്കെയാ ചിന്തിക്കുന്നത് എന്നെല്ലാവരും തലയെന്ന് കുടഞ്ഞു. അവന്റെ പ്രവൃത്തികളിൽ അവൾ മാത്രമല്ല, ഇത്രയും കടന്നു പോകുന്ന അവനും കരുതിയിരുന്നില്ല. തന്റെ പെണ്ണ് തന്റെ ഭാര്യ എന്നുള്ള അറിവ് അവനിൽ പുഞ്ചിരി നിറച്ചു. പൊടുന്നതിന് അവളെ കയ്യിലായി കോരിയെടുത്തോ പകച്ചുപോയി അവൾ പിടഞ്ഞുപോയി. ചില്ലിനായി വേർതിരിച്ച വാഷ് ഏരിയയിലായി അവളെ കൊണ്ട് നിർത്തി. പിന്നെ പതുങ്ങി നിൽക്കുന്നവളെ തന്നിലേക്കായി ചേർത്ത് നിർത്തി. ആ നീക്കത്തിൽ പകപ്പോടെ മിഴികളെ ഉയർത്തി നോക്കിയവളോടായി. സോറി പറയാനല്ല, ഒരിക്കലും ഇങ്ങനെ പ്രവൃത്തി ചെയ്യണമെന്ന് ഞാൻ കരുതിയതല്ല. എന്റെ ജോലിയൊക്കെ തീർത്തിട്ട് ഞാനങ്ങ് പോയില്ലായിരുന്നു. പക്ഷെ അതിനിടയിൽ നീ പിടിച്ചു വെച്ച എൻ്റെ കൈ, നിന്റെ ഈ ഭാവം നിലതെറ്റി ചെയ്തു പോയതാ. പിന്നെ ഇതിനെ ചുറ്റിപ്പറ്റിയൊരു കൊനിഷ്ടം കൊണ്ട് ഇറങ്ങണ്ട. വായിട്ടലപ്പാണെങ്കിൽ എന്നുള്ള പ്രണയ മിഴികൾ ഞാൻ കണ്ടതാ. പിന്നെ എൻ്റെ കാര്യമാണെങ്കിൽ കെട്ടിയ പെണ്ണേതാണെന്ന് അറിയാതിരുന്ന ആ ദിവസങ്ങൾ കയറിക്കൂടിയതാ നീ എൻ്റെ ഉള്ളിൽ. അതുകൊണ്ട് കൂടുതൽ ചിന്തിക്കാതെ എന്ന് പറഞ്ഞു നിർത്തിയത് ഒരു ഒഴുക്കിലവൾ. ചിന്തിക്കാതെ എന്ന് ചോദിച്ചു പോയവൾ അടിമുടി നോക്കിയവൻ. കൂടുതൽ ചിന്തിക്കാതെ അടിച്ചു നനച്ച് കുളിച്ചു പാടി ഭാര്യ, നിന്നെയും കെട്ടിപ്പിടിച്ച് ഉറങ്ങേണ്ടതാ എനിക്ക് എന്ന് പറഞ്ഞ് നടന്നു പോകുന്നവരെ നോക്കി. ഇതല്ല നമ്മുടെ രാവണൻ ഇങ്ങനെയല്ല എന്ന് ചോദിച്ചുകൊണ്ട് കിളി പറത്തി നിന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.